രണ്ടാമത്തെ ചാപ്റ്ററിന്റെ തുടർച്ചയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലും കൈകാര്യം ചെയ്യുന്നത്. ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ദി എർത്ത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ദി എർത്തുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സിദ്ധാന്തങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അവ ഏർലി തിയറീസും ദെൻ മോഡേൺ തിയറീസുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഏർലി തിയറി ആയിട്ടുള്ള നെബുല ഹൈപ്പോത്തസിസിനെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കിയത്. അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഈ നെബുല ഹൈപ്പോത്തസിസുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ പല രീതിയിൽ നടക്കുകയും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മറ്റൊരു വാദഗതിയുമായിട്ട് ചില ശാസ്ത്രജ്ഞർ മുന്നോട്ട് വരികയാണ്. ആ ശാസ്ത്രജ്ഞരുടെ പേര് എന്ന് പറയുന്നത് ചാംബർലൈൻ. പേര് ഓർമ്മിച്ചു നോക്കുക, ചാംബർലൈൻ. ആൻഡ് ദ അനദർ പേഴ്സൺ ഈസ് മോൾട്ടൺ. അറിയാൻ രണ്ട് പേരുകൾ, ചാംബർലൈൻ ആൻഡ് മോൾട്ടൺ. ഇതിനു മുമ്പ് നമ്മൾ രണ്ട് പേര് പഠിച്ചിട്ടുണ്ട് കേട്ടോ. നെബുല ഹൈപ്പോത്തസിസുമായി ബന്ധപ്പെട്ടിട്ട് ഇമാനുവൽ കാന്റും ലാപ്ലേസ്. വീണ്ടും രണ്ട് പേര് പഠിക്കുകയാണ്, ചാംബർലൈൻ ആൻഡ് മോൾട്ടൺ. എന്താണ് ഇവർ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദീസ് പീപ്പിൾ there is a wandering material approached to the sun. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു വസ്തു സൂര്യനെ സമീപിക്കുന്നു. ഞാൻ സമീപിച്ചതിന്റെ ഭാഗമായിട്ട് because of the gravitational effects there is a cigar shaped material spread out from the surface of the sun. ഒരു സിഗർ ആകൃതിയിലുള്ള, ചുരുട്ട് ആകൃതിയിലുള്ള വസ്തുക്കൾ സൂര്യനിൽ നിന്ന് അടർന്നു മാറുന്നു. Later, this cigar-shaped material started rotating around the sun. അവ ഘനീഭവിക്കുന്നു, മറ്റ് പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ട് അവ സൂര്യനെ വലയം വെക്കുന്നു. അവയാണ് ഇന്നത്തെ ഗ്രഹങ്ങൾ എന്നാണ് ചാംബർലൈനും മോൾട്ടനും അവകാശപ്പെട്ടത്. ഇവരുടെ ഈ അഭിപ്രായത്തെ ജെയിംസ് ആൻഡ് സർ ഹറോൾഡ് ജെഫ്രി, വീണ്ടും രണ്ട് പുതിയ പേരുകളാണ്, സർ ജെയിംസും സർ ഹറോൾഡ് ജെഫ്രിയും. ഇവര് രണ്ടുപേരും ചാംബർലൈനും മോൾട്ടനും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു കോൺസെപ്റ്റിനെ അനുകൂലിക്കുകയും ചെയ്തു. ഇപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതെ, ഒരു സൂര്യനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മെറ്റീരിയൽസ് സമീപിക്കുന്നു. ഈ ഒരു മെറ്റീരിയൽസിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം സൂര്യനിൽ നിന്ന് സിഗർ ഷേപ്പ് ആകൃതിയിൽ, ചുരുട്ടാകൃതിയിൽ ഒരു വസ്തുക്കൾ അടർന്നു നീങ്ങുന്നു. ഇവ ഘനീഭവിക്കുന്നു, സൂര്യന് ചുറ്റും കറങ്ങാൻ തുടങ്ങുന്നു. അവയാണ് ഇന്ന് കാണുന്ന ഗ്രഹങ്ങളായിട്ട് പരിണമിച്ചത് എന്നാണ് ഈ പറഞ്ഞ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. അതിനെ നമുക്കൊന്ന് വളരെ സിമ്പിളായിട്ട് ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ചെയ്ത് നോക്കാം. ഇവിടെ സൂര്യൻ. There is a wandering material started approaching sun. Wandering material. ഇതിന്റെ ഭാഗമായിട്ട്
because of the gravitational force of this matter material started attracting. Then there is a cigar shaped materials. ചുരുട്ടാകൃതിയിലുള്ള വസ്തുക്കൾ സൂര്യനിൽ നിന്ന് അടർന്നു മാറുന്നു. ഇവ പിന്നീട് കണ്ടൻസേഷൻ പോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഇവ സൂര്യന് ചുറ്റും കറങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് ചാമ്പർലൈനും മോൾട്ടനും മുന്നോട്ട് വെച്ച പ്രപഞ്ച രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിദ്ധാന്തം. സർ ജെയിംസ് ജീനും ജെറാൾഡ് ജെഫ്രിയുമാണ് ഈ സിദ്ധാന്തത്തെ അനുകൂലിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ. ദി ആർഗ്യുമെന്റ്സ് that the companion of the suns, ഒന്നിൽ കൂടുതൽ സൂര്യനുമായിട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ ബൈനറി തിയറീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദ കമ്പാനിയൻ ഓഫ് ദി സൺ, ഒന്നിൽ കൂടുതൽ സൂര്യൻ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ അതിനെ ബൈനറി സിദ്ധാന്തങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ പേര് ഓർമ്മിച്ച് വെക്കണം, ബൈനറി തിയറീസ്. ഇനി ഏർലിയർ തിയറീസിൽ തന്നെ വരുന്നതാണ്. നമ്മൾ ആദ്യം പഠിച്ച ഒരു ഏർലിയർ തിയറി ഉണ്ട്, നെബുല ഹൈപ്പോത്തസിസ്. 1796 ഇമാനുവൽ കാന്റ്, ലാപ്ലേസ്, ഈ രണ്ടു പേരുകളാണ് നമ്മൾ അതുമായി ചേർത്ത് വെച്ച് പഠിച്ചത്. അതായത് ഇമാനുവൽ കാന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ലാപ്ലേസ് അതിനെ റിവൈസ്ഡ് ചെയ്യും. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇൻ ദ ഇയർ ഓഫ് 1950, 1950 ഈ പറഞ്ഞിരിക്കുന്ന നെബുലാർ ഹൈപ്പോത്തസിസിനെ വീണ്ടും ചില റിവിഷനുകൾ നൽകുകയാണ്, ചില മാറ്റങ്ങൾ നൽകുകയാണ്. ആരുടെ ചേർന്നിട്ടാണ്? ഓട്ടോ ഷിംഡിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റഷ്യൻ ശാസ്ത്രജ്ഞൻ, പേര് ഓർമ്മിച്ച് വെച്ചുക, ഓട്ടോ ഷിംഡിറ്റ്. ഹി ഈസ് ഫ്രം റഷ്യ. Then കാൾ ഡിസാസ്കർ ഫ്രം ജർമ്മനി, പേര് കാൾ ഡിസാസ്കർ ഫ്രം ജർമ്മനി. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് നെബുലാർ ഹൈപ്പോത്തസിസിന് ചില മാറ്റങ്ങൾ വരുത്തുന്നതായത് നെബുലാർ ഹൈപ്പോത്തസിസിന് ചില മോഡിഫിക്കേഷൻസ് നൽകുകയാണ്. ഇവർ പറയുന്നത് രണ്ട് വാക്കുകളാണ്, ഫ്രിക്ഷൻ ആൻഡ് കൊളീഷൻ. ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘർഷണം, കൊളീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിയിടിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ നിൽക്കുകയാണ്. അതായത് യൂത്ത്ഫുൾ സണ്ണോട് കൂടിയിട്ടുള്ള ബിഗ് ജൈജാന്റിക് ക്ലൗഡ്, നെബുല അവിടെ നിലനിൽക്കുകയാണ്, റൊട്ടേഷനും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഫ്രിക്ഷനും കൊളീഷനും നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗ്രഹങ്ങൾ രൂപീകൃതമായി എന്നാണ് ഓട്ടോ ഷിംഡിറ്റും കാൾ ഡിസ്കസും മുന്നോട്ട് വെക്കുന്നത്. ഇതും നമുക്ക് ഏർലി തിയറീസിന്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏർലി തിയറീസിനെ ഒന്നുകൂടി നമുക്കൊന്ന് ബ്രീഫ് ചെയ്യാം. അവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഏർലി തിയറീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? നെബുലാർ ഹൈപ്പോത്തസിസ് ആണ് അല്ലെ? ആരൊക്കെയായിരുന്നു അതിന്റെ ആൾക്കാര്? കാന്റ്, then ലാപ്ലേസ്. പിന്നീട് ചാമ്പർലനും അതേപോലെ തന്നെ മോൾട്ടനും പുതിയ ഒരു ആർഗ്യുമെന്റ്സ് വെച്ചു. അലഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന ഒരു വസ്തു സൂര്യനെ സമീപിക്കുകയും അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം സൂര്യനിൽ നിന്ന് സിഗർ ഷേപ്ഡ് ആകൃതിയിലുള്ള ഒരു വസ്തു അടർന്നു മാറുന്നു. അത് സൂര്യന് ചുറ്റും പിന്നീട് ഭ്രമണം ചെയ്യുകയും അത് ഇന്ന് കാണുന്ന ഗ്രഹങ്ങളുടെ രൂപത്തിലേക്ക് പരിണമിക്കുകയും ചെയ്തു എന്നാണ് ചാമ്പർലൈനും മോൾട്ടനും അവിടെ പറഞ്ഞത്. ദെൻ ഇവിടെ ഓത്തോറുടെ പേരുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഡുവൽ സൺ ക്യാരക്ടറുള്ള എല്ലാ തിയറികളെയും നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ടാണ്
ബൈനറി തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. The arguments considered the companion to the sun to have been coexisting. These arguments are togetherly be called binary theory. അതിനുശേഷമാണ് 1950 ഓട്ടോ ഷ്മിഡ്റ്റും അതേപോലെ തന്നെ കാൾ വിസ്കറും ചേർന്നിട്ട് നെബുല ഹൈപ്പോത്തിസിസിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്യുന്നു. ഫ്രിക്ഷനും കൊളീഷനും കാരണം ആണ് ഇന്ന് കാണുന്ന പ്രപഞ്ച രൂപീകരണം നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു പോയിന്റിലേക്ക് 1950 ഈ രണ്ട് ശാസ്ത്രജ്ഞർ എത്തുന്നു. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഏർലി തിയറീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്.